ആനിവേഴ്സറി ആയിട്ട് ഞാൻ കെട്ടിയവൻ എന്ത് കൊടുക്കും എന്നിങ്ങനെ ആലോചിച്ചപ്പോൾ ഉൾത്തിരിഞ്ഞൊരു ഐഡിയ ആണ്. എങ്കിൽ പിന്നെ നമുക്കൊന്ന് പോയി എന്താ കിട്ടും നോക്കാമെന്ന് വിചാരിച്ച് അടുത്തുള്ളൊരു മോളിലേക്ക് പോവുകയാണ്. നമ്മുടെ വീടിന് തൊട്ടടുത്തുള്ളൊരു മോളിലേക്കാണ് പോകുന്നത്. പിന്നെ എന്തിനാണ് ഈ ആർഭാടത്തിന് ഡ്രാമിൽ കയറുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ വെയിലൊക്കെ അല്ലേ, എന്തിനാണ് വെറുതെ വെയിലൊക്കെ കൊണ്ട് ശരീരം ക്ഷീണിപ്പിക്കുന്നതെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഡ്രാമൊക്കെ കയറി പോകുന്നത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു വലിയൊരു ഷോപ്പിംഗ് സെൻറ്ററാണ്. അതാണ് ഓസ്ട്രേലിയൻ ഫെയർ എന്ന് പറയും. സൗത്ത് പോർട്ടിൽ അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള ഒരു ഷോപ്പിംഗ് സെൻറ്റർ തന്നെയാണ് ഓസ്ട്രേലിയൻ ഫെയർ എന്ന് കേട്ടോ. അപ്പോൾ അതിലുള്ള ഒരു കേമാട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കടയാണ് ഞാൻ ലക്ഷ്യം വെച്ച് പോകുന്നത്. കാരണം അവിടെ ഞാൻ നേരത്തെ പോയപ്പോൾ കണ്ടിട്ടുണ്ട് കുറേ ഹോം ഡെക്കറേഷൻസിൽ കുറേ നല്ല നല്ല പൂക്കൾ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ ആഗ്രഹിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു പൂ കൊടുക്കണമെന്നായിരുന്നു കേട്ടോ. അപ്പം ഞാൻ നേരെ പോയി. പക്ഷേ എൻ്റെ കണ്ണ് ഇടത്തോട്ടും വലത്തോട്ടും ഒക്കെ ഉടക്കുന്നുണ്ട്. പക്ഷേ ഞാൻ എന്നിലുള്ള ആ നാഗവല്ലി ഞാൻ അടക്കി വെച്ചിട്ട് ഞാൻ പറഞ്ഞു ഇതാണ് നമ്മുടെ ലക്ഷ്യമെന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് തന്നെ ഡൈവേർട്ട് ചെയ്യാതെ പോവുക കേട്ടോ. സോ ഞാൻ പോയി കണ്ടു കേട്ടോ. കുറേ നല്ല നല്ല പൂക്കളൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് കാണാൻ പറ്റും, അടിപൊളി പൂവാണ്. എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ കളർ കോമ്പിനേഷൻ ആട്ടോ. ആ ഓറഞ്ചും പിങ്കും എല്ലാം കൂടെ വരുന്ന കളർ നല്ല രസം കേട്ടോ. അങ്ങനെ ഞാൻ കുറേ പൂക്കൾ കണ്ടു, കുറേ ടൈപ്പ് കണ്ടു. ഇതാ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ കണ്ണിൽ ഉടക്കിയ ഒരു ബഞ്ച് ഓഫ് ഫ്ലവേഴ്സാണ് ഇത്. ഭയങ്കര ഒറിജിനാലിറ്റി ആയിരുന്നു കേട്ടോ. അതിലെ ഇലകൾ പോലും ചെറിയൊരു ഒരു ഫീൽ ഉണ്ടായിരുന്നു നമുക്കത് എടുക്കുമ്പോൾ തന്നെ. നല്ല വെൽവെറ്റി ഫീലായിരുന്നു കേട്ടോ. അതൊക്കെ ഞാൻ കണ്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ എനിക്ക് അങ്ങോട്ട് ഇത് വാങ്ങാനായിട്ട് പറ്റുന്നില്ല. കാരണം വേറൊന്നുമല്ല, അതിൻ്റെ റേഞ്ചാണ് നിങ്ങൾക്ക് കണ്ടാലറിയാം. $14, നാട്ടിലൊരു 770 രൂപയൊക്കെ വരും. അതുകൊണ്ട് എനിക്ക് അത് വാങ്ങാനായിട്ട് തോന്നില്ല, കാരണം അത് അത്രയും ബഡ്ജറ്റില്ല. പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബഡ്ജറ്റിനൊക്കും, പക്ഷേ ഒരു കാണാനൊരു ഭംഗിയില്ല. അത് $9 ആയിരുന്നു. അങ്ങനെ ഞാൻ അതൊക്കെ വേണ്ടാന്ന് വെച്ചു. ഞാൻ പിന്നെ അവിടെ നിന്നും ഇറങ്ങി നമ്മൾ വീണ്ടും ട്രാമൊക്കെ കയറി കോളേജിൽ പോവാണ്. കോളേജിൽ പോയി കുറച്ച് അസൈൻമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. വരുന്ന വഴിക്ക് എന്തെങ്കിലും വാങ്ങണമല്ലോ എന്ന് വിചാരിച്ച് പിzzയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. ഇനി ഞാൻ അച്ഛനെ നോക്കിയിട്ടുള്ള നിപ്പാണ് നിൽക്കുന്നത്. അച്ഛൻ ജോലി കഴിഞ്ഞിട്ട് എന്നെ പിക്ക് ചെയ്യാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇൻഡിക്കേറ്ററൊക്കെ ഇട്ടിട്ട് എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് പുള്ളിക്കാരൻ. അപ്പോൾ ഞാൻ ഇനി അങ്ങോട്ട് ചെല്ലട്ടെ, ബാക്കി വിശേഷങ്ങൾ പുറകെ കാണാം. ബായ്.